ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സർ, ഈ ധനാഭ്യർത്ഥനകൾ പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് പറയുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം റോഡ് സേഫ്റ്റിയാണ്. 4000-ലധികം ആളുകൾ എല്ലാ വർഷവും നമ്മുടെ റോഡുകളിൽ മരിക്കുകയാണ്. ഇത് കുറച്ച് കൊണ്ടുവന്ന് കുറേ അധികം വർഷമെടുത്താലും 1000-ലേക്കെങ്കിലും ഇത് എത്തിക്കണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനു വേണ്ടി വലിയൊരു ക്യാമ്പയിൻ, എൻഫോഴ്സ്മെൻറ്റ് മാത്രമല്ല, വലിയൊരു ക്യാമ്പയിൻ നടത്തണമെന്ന് ഗവൺമെൻറ് കരുതുകയാണ്. ആ ക്യാമ്പയിൻ നടക്കുക എന്ന് പറയുന്നത് ഒരു സർവ്വതല സ്പർശിയായ ഒരു ക്യാമ്പയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ ചോദ്യോത്തരവേളയിൽ പറഞ്ഞതുപോലെ അതിൽ കുട്ടികളെ മുതൽ മുതിർന്ന പൗരന്മാരെ വരെ വിദ്യാഭ്യാസം ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള സർവ്വതല സ്പർശിയായിട്ടുള്ള ക്യാമ്പയിനെ ഒരു പേര് പൂർണ്ണമായിട്ടിട്ടില്ലെങ്കിലും നമ്മുടെ സാക്ഷരതാ യജ്ഞം പോലെ ഒരു റോഡ് സേഫ്റ്റി സാക്ഷരതാ യജ്ഞം എന്ന് പേരിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ വരുന്ന ഒരു പേരിട്ടുകൊണ്ട് ഒരു പ്രോഗ്രാം ആരംഭിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ അവിടെ സ്റ്റാഫിൻ്റെ എല്ലാം കുറവുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പരിഹരിച്ച് അതിൻ്റെ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത് പറയുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ നമുക്കറിയാം, FIR ഇടും, അതിന് പിന്നെ MACT കേസ് നടക്കും. വർഷങ്ങൾ കഴിയുമ്പോഴാണ് ആ കേസൊക്കെ വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡാറ്റാബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ശാസ്ത്രീയമായ ഒരു പോസ്റ്റ് ക്രാഷ് എൻക്വയറി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ടിപ്പർ ലോറി ഇടിച്ചു, എല്ലാ ഹെഡ്ലൈൻ വാർത്തകൾ വന്നു. ഞങ്ങൾ ഉടനെ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ നേരിട്ട് ആ സംഭവ സ്ഥലത്ത് ചെന്ന് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ആദ്യത്തെ പോസ്റ്റ് ക്രാഷ് എൻക്വയറി, ഒരു 5 ഡേ എൻക്വയറിയാണ്, 5 ദിവസത്തിനകത്ത് ഒരു എൻക്വയറി റിപ്പോർട്ട് തരണം. അതനുസരിച്ച് അതിന് കൂടുതൽ എൻക്വയറി ആവശ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എൻക്വയറികൾ നടത്തി ഒരു അപകടമുണ്ടായാൽ, അത് മരണം സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ചില അപകടങ്ങളിൽ, മേജർ ആക്സിഡൻറ്റിൽ മരണമുണ്ടാവില്ല, പക്ഷേ ഗുരുതരമായ പരിക്കുകൾ ഉള്ള 10-15 പേരുണ്ടെങ്കിൽ അതും ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്രമായ ഒരു എൻക്വയറി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുക. പോലീസിൻ്റെതായ വഴികളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ദേശീയ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇതുവരെ നമുക്കിവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു കഷ്ടമാണ്. ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് കൃത്യമായി ആശുപത്രിയിൽ എത്തുന്ന ആളുകൾക്ക് റോഡ് ആക്സിഡൻറ്റ് വിക്ടിംസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വർഡ് ട്രീറ്റ്മെൻറ്റ്, റഹത്ത്, PM റഹത്ത് എന്ന ഒരു നല്ല പദ്ധതി നിലവിലുണ്ട് സാർ. റഹത്ത്, റഹത്തൊക്കെ പറയാം, ഇങ്ങോട്ട് സംസാരിച്ചു. റോഡ് ആക്സിഡൻറ്റ് വിക്ടിംസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വർഡ് ട്രീറ്റ്മെൻറ്റ്, RAHAT. അത് എങ്ങനെ വേണമെങ്കിൽ വായിക്കാം, ഇംഗ്ലീഷ് അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ 1.5 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുക. അത് ഒരു പൈസയും നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പോലീസ് സ്റ്റേഷൻ, ആശുപത്രി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഇത് റോഡ് ആക്സിഡൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ആ പൈസ കിട്ടും. 7 ദിവസം വരെ ആ ട്രീറ്റ്മെൻറ്റിന് തുടരാം. ഇത് പ്രത്യേകിച്ച് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല, ബിലോ പോവർട്ടി അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നമ്മൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകത്ത് ചെയ്യാൻ പോവുകയാണ്.
അവിടേക്ക് എത്തും, എല്ലായിടത്തേക്കും എത്തും. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിലുടനീളം നടപ്പാക്കാനുള്ള ഒരു പദ്ധതി നമ്മളിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ അപകടങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതലും കുറേ ബ്ലാക്ക് സ്പോട്ടുകളിലാണ്. അപ്പോൾ ആ ബ്ലാക്ക് സ്പോട്ടുകൾ അറിയാം, നമ്മുടെ പോലീസിനറിയാം, MVDക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. അപ്പോൾ ആ സ്പോട്ടുകളിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് പഠിച്ചുകൊണ്ട് അതിൻ്റെ വേണ്ട റോഡിൻ്റെ ജോമെട്രി കൃത്യമാക്കാനും സൈനേജുകൾ കൃത്യമാക്കാനും ഒരു അവയർനെസ് അവിടെ ആ സ്പോട്ടിൽ കൊടുക്കാനുമൊക്കെയുള്ള മറ്റൊരു പദ്ധതിയും നമ്മൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് ഈ റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മുടെ ഈ ഗവൺമെൻറ് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് റോഡ് സേഫ്റ്റി കൊണ്ടുവരുന്നു എന്നുള്ള വിവരം ഞാൻ സഭയെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടി ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൽ ഇപ്പോൾ കുടിശ്ശിക പിഴകളും ചർച്ചയിൽ ഉയർന്നു വന്നൊരു കാര്യമാണ്. കുടിശ്ശിക പിഴകൾ, ഈൽച്ചലാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് മെമ്മോറാണ്ടങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് സാർ. അവർക്കൊരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉടനെ തന്നെ നടപ്പാക്കുന്നതായിരിക്കും. അതിലൂടെ ഒരുപാട് പേർക്ക് അവരുടെ പേരുള്ള ചലാനുകളിൽ നിന്നും വിടുതൽ കിട്ടുമെന്ന് കൂടി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ KSRTCയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ KSRTCയിൽ 40% ഭിന്നശേഷിയുള്ളവർക്ക് കൺസെഷൻ പാസിൻ്റെ വാർഷിക വരുമാന പരിധി 20,000 രൂപയാണ്. പക്ഷേ 20,000 രൂപയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സാർ, അവർക്ക് കിട്ടുന്ന പെൻഷൻ അതിനേക്കാൾ അധികമാണ്. അപ്പോൾ അവർക്കത് പ്രയോജനപ്പെടുന്നില്ല. അപ്പോൾ നമ്മളത് വർദ്ധിപ്പിച്ച് എല്ലാ MLAമാരുടെയും അതുപോലെ തന്നെ മറ്റ് സ്നേഹിതന്മാരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 20,000 രൂപയിൽ നിന്നും 50,000 രൂപയാക്കിയിട്ട് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണ്. അതുപോലെ KSRTC വണ്ടികളിടിച്ച് മരിക്കുന്ന ആളുകൾക്ക് MACT എന്നാണ് കിട്ടുക, വർഷങ്ങൾ കഴിയും. പക്ഷേ പല ആളുകളും വളരെ പാവപ്പെട്ട ആളുകളാണ്, നമുക്കറിയാം, റോഡ് യാത്ര ചെയ്യുന്നവർ. അവർക്ക് അവരുടെ ഫ്യൂണറലിന് പോലും നമുക്കൊന്നും കൊടുക്കാൻ ഇപ്പോൾ ഒരു വകുപ്പൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു 10,000 രൂപ എങ്കിലും അവിടെ കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനവും ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ 100 ദിവസത്തെ പരിപാടികൾ എന്ന രീതിയിൽ. ഞാൻ കൂടുതൽ ദീർഘമായൊരു സംസാരം നടത്തുന്നില്ല എങ്കിലും മറ്റൊരു വിഷയം, പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ KTDFC ആണ്. അതാരും ചർച്ചയിൽ അങ്ങനെ ഉന്നയിച്ചില്ല എങ്കിൽ പോലും KTDFC എന്ന് പറയുന്ന ഒരു NBFC ആണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ പ്രതിപക്ഷം ഇപ്പോൾ ഇവിടെ നിന്ന് പോയെങ്കിൽ പോലും രേഖകൾ ഉണ്ടാവണമല്ലോ. ആ NBFCയുടെ ലൈസൻസ് ഇപ്പം നിലവിലില്ല. NBFC ഇന്നിപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട് എന്നല്ലാതെ അത് വലിയ ഒരു അബദ്ധത്തിലേക്ക് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ചെന്ന് വീണു എന്നുള്ളത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ KTDFCയെ നമുക്ക് വീണ്ടെടുക്കണം. അതിന് വളരെയധികം സ്കോപ്പുണ്ട്. ആ സ്കോപ്പോട് അല്ല, അതിൻ്റെ മുഴുവൻ സ്കോപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ വളരെ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു NBFCയായി നമ്മുടെ ഗവൺമെൻറ്റിനടക്കം പ്രയോജനകരമായ ഒരു ധനകാര്യ സ്ഥാപനമായി KTDFCയെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റിയായി മുന്നോട്ട് വെച്ചിരിക്കുന്ന വിവരം കൂടി നിങ്ങളെ അറിയിക്കുമ്പോൾ തന്നെ KTDFCയിൽ നിന്ന് വായ്പാ കുടിശ്ശികക്കാരുണ്ട്. അവർക്കും ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ കുടിശ്ശികളൊക്കെ അവസാനിപ്പിക്കണം. ഇപ്പോൾ 2.25 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് വാടകയ്ക്ക് പോവാതെ കിടക്കുന്നത് സാർ. പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കില്ല. കോഴിക്കോടുള്ള ആ ബിൽഡിങ്ങിൽ KSRTC പരിസരത്ത് പണിത ബിൽഡിങ്ങിൽ തന്നെ ഏതാണ്ട് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലം വാടകയ്ക്ക് പോവാതെ കിടക്കുകയാണ് സാർ. 2.25 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് കിടക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ അത് മറ്റുള്ളവർക്ക് അത് വാടകയ്ക്ക് എത്തിക്കാൻ പറ്റും, കോഴിക്കോട്ടെ കാര്യം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആവർത്തിക്കുക, നമ്മൾ പരിശോധിക്കുക. മറ്റൊന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ളതാണ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അതൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് സഭയിലെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. കോർപ്പറേഷനല്ല. അത് ലാഭനഷ്ടത്തിലല്ല പോകുന്നത്. എന്ന് വെച്ചാൽ ലാഭം നോക്കിയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് അതിനില്ല. ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ബാലൻസ് ഷീറ്റ് വേണ്ടല്ലോ സാർ. പക്ഷേ അതിൻ്റെ ചിലവ്
വരവിനേക്കാൾ എത്രയോ കൂടുതലാണ്. വെറും 6 രൂപയാണ് ബോട്ടിലെ മിനിമം ചാർജ് എന്നുള്ളത്. പ്രത്യേകിച്ചും ചെയറിന് കൃത്യമായിട്ട് അറിയാം. കോട്ടയം ആലപ്പുഴയ്ക്കെല്ലാം പോകാൻ വളരെ ചെറിയൊരു പൈസയേ വേണ്ടൂ. അതിപ്പോൾ കൂട്ടാനുള്ള ഉദ്ദേശത്തിനല്ല എങ്കിൽ പോലും നമ്മൾ ആ വരുമാനം കൊണ്ട് മാത്രം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, നമ്മുടെ വേമ്പനാട്ട് കായലിൽ ടൂറിസം വളരെ ശക്തിപ്പെട്ടിട്ട് വർഷങ്ങളായി. അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വേമ്പനാട്ട് തടാകത്തിൽ ഒരു സൺസെറ്റ് ക്രൂയിസ് ആരംഭിക്കുകയാണ്. വളരെ ചുരുങ്ങിയ തലത്തിൽ ചെറിയ പൈസയ്ക്ക് സാധാരണക്കാർക്ക് പോകാനായിട്ട്, അതിന് കൂടെ വിദേശികൾക്കും ആർക്കും വേണമെങ്കിലും പോവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രൂയിസ് നമ്മൾ തുടങ്ങുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ടുള്ളത് സോളാർ ബോട്ടുകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വൈക്കം ജെട്ടിയിൽ വൈക്കം ചേർത്തല ഭാഗത്തേക്ക് ഇപ്പോൾ നമുക്കറിയാം എല്ലാം പൂർണ്ണമായും ഏതാണ്ട് സോളാർ ബോട്ടുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല സ്റ്റാൻഡേർഡുള്ള സോളാർ ബോട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് മലബാറിലും ബോട്ടുകൾ ഓടുന്നുണ്ട്. അവിടെ എങ്ങനെ നമ്മുടെ പറശ്ശിനിക്കടവ് ഭാഗത്തേക്കൊക്കെ എങ്ങനെ ബോട്ടുകൾ കൂടുതൽ കൊടുക്കാമെന്ന് ചിന്തിക്കുന്നതോടൊപ്പം വേളി 5 തെങ്ങ് ജലഗതാഗത ബോട്ട് ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാർവതി പുത്തനാർ എന്നറിയപ്പെടുന്ന ആ കനാലിൽ കൂടി ആദ്യത്തെ ഒരു സ്ട്രെച്ചായിട്ട് ഏതാണ്ട് 20 കിലോമീറ്ററുള്ള വേളി 5 തെങ്ങ് ജലഗതാഗത ബോട്ട് സർവീസായിട്ട് ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 3 പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് കൊച്ചിയും കോട്ടയവും ആലപ്പുഴയും. ഈ 3 പോയിന്റുകളെയും ഘടിപ്പിച്ച് ഒരു ത്രികോണമാണല്ലോ, ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളാണ്. അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് ചരക്ക്, കുറച്ച് രാത്രിയാണെങ്കിൽ പോലും ചരക്ക് എങ്ങനെ ബോട്ടിൽ കൊണ്ടുപോകാൻ കഴിയും? ചരക്ക് കഥ പണ്ടെല്ലാം കോട്ടയത്ത് ധാരാളം ചരക്കുകൾ വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കൊച്ചിയിൽ ഇപ്പോഴും ബോട്ട് സർവീസ് ധാരാളമായിട്ടുണ്ട്, ആലപ്പുഴയിലുമുണ്ട്. അപ്പോൾ കോട്ടയത്തെയും ആലപ്പുഴയെയും എറണാകുളത്തെയും കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ചരക്ക് ഗതാഗതവും ഇതിനോടൊപ്പം നടത്താൻ പറ്റുമെന്ന് സാർ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ ബോട്ടുകൾ വാങ്ങിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ ബാലകൃഷ്ണപിള്ള സാറ് തുടങ്ങിയ ആ കാലത്ത് തുടങ്ങിയ നമ്മുടെ UDF ഗവൺമെൻറ് തുടങ്ങിയ ഒരു കോളേജാണ് ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതിൻ്റെ സ്ഥാനം 12 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് 28 നിൽക്കുകയാണ്. നല്ലൊരു കോളേജായിരുന്നു, താഴത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെ ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അവിടെ അടുത്ത ഗവേണിംഗ് ബോഡി പുനഃസംഘടിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ആ കോളേജിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ വൈദഗ്ധ്യവും, നല്ല മിടുക്കന്മാരായിട്ടുള്ള പ്രൊഫസർമാരും കുട്ടികളും അവിടെ ഉണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലോജിസ്റ്റിക്സ്, വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരത്ത് നിൽക്കുകയല്ലേ, അതുമായി ബന്ധപ്പെട്ട അതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കാനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞങ്ങൾ വളരെയധികം ഇപ്പോൾ കമ്മിറ്റി കൂടി ആലോചിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അക്കാദമിക് വ്യവസായ സഹകരണം, ആദ്യം തന്നെ ഞങ്ങൾ KSRTCയുമായിട്ട് ഈ കോളേജിന് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലേഷൻസ് ഒന്നുമില്ല. അവരുടെ മുറ്റത്താണ് നിലനിൽക്കുന്നത്. 10% സീറ്റ് KSRTCക്കാരുടെ ജീവനക്കാർക്കുണ്ട് എന്നുള്ളതല്ലാതെ ഈ കോളേജിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലേഷൻ ഇല്ല. അപ്പോൾ KSRTC തന്നെ ഒരു വലിയൊരു വർക്ക്ഷോപ്പും കാര്യങ്ങളുള്ള സംവിധാനമാണ്. KSRTCയുടെ എഞ്ചിനീയറിംഗ് ആവശ്യങ്ങൾ, ആ എഞ്ചിനീയറിംഗ് ആവശ്യങ്ങൾ ഈ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചും ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം മറ്റൊരു കാര്യം സഭയെ അറിയിക്കാനുള്ളത്, ഞാൻ ഈയിടെ ഡൽഹി സന്ദർശിച്ച സന്ദർഭത്തിൽ അവിടെ കണ്ട കാര്യമാണ് ഹൈഡ്രജൻ ബസ്. ഹൈഡ്രജൻ ബസ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്, വില കൂടിയതാണ്. പക്ഷെ അത് തരുന്ന ചില ഏജൻസികളുണ്ട്. ഈ ഹൈഡ്രജൻ ബസ് വന്നാലുള്ള ഗുണം ചെലവിൽ കുറവില്ല, പക്ഷേ ഭാവിയിൽ ചിലവ് വരുമായിരിക്കും. ഹൈഡ്രജൻ്റെ ഉൽപ്പാദനം ലാഭകരമായിട്ട് ചെയ്ത് നമ്മുടെ ടൈറ്റാനിയം പോലുള്ള സ്ഥാപനങ്ങളിൽ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ പറ്റും എന്നെല്ലാം പറയുന്നുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ വില ഇപ്പോൾ കൂടുതലാണ്. പക്ഷേ എങ്കിലും നമുക്കൊരു സാമ്പിളായിട്ട് കുറച്ച് ബസ്സുകൾ കൊണ്ടുവന്നാൽ അതിന് ഏറ്റവും കൂടുതൽ ഡൽഹിയിലത് ഉപയോഗിക്കുന്നത് വായുമലിനീകരണം കുറയ്ക്കാൻ വേണ്ടി. വായുമലിനീകരണം ഇല്ല, ഒരു തരത്തിലുള്ള എമിഷനും ഇല്ല, ചെറിയ പച്ചവെള്ളം മാത്രമാണ് അന്ന് പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ട്രാവൻകൂർ ടൈറ്റാനിയവുമായിട്ടും KSRTCയുമായിട്ടും അനർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞങ്ങൾ ഈ ഹൈഡ്രജൻ ബസ്സിൻ്റെ കാര്യങ്ങൾ ചിത്ര തിരുനാൾ കോളേജിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യുകയാണ്. KSRTCയുടെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അംഗങ്ങളിവിടെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യങ്ങളാണ്.
ഇന്ന് സഭയിൽ ചർച്ചയിലെല്ലാം മുഴങ്ങിക്കേട്ടത്, ചോദ്യോത്തരവേളയിലൊക്കെ മുഴങ്ങിക്കേട്ട കാര്യം അതാണ്. തീർച്ചയായിട്ടും അത് ഗൗരവത്തിൽ വീണ്ടും കാണുന്നുണ്ട് എന്ന് വീണ്ടും ഞാൻ സഭയെ അറിയിക്കുകയാണ് സാർ. അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായിട്ടുള്ള റൂട്ടുകളുണ്ടെങ്കിൽ ആ റൂട്ടുകളിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടടക്കം ചർച്ച ചെയ്തുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനകൾ പാസാക്കി തരണമെന്ന് സഭയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.